ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് മണി ഹേസ്റ്റ് സീരീസിലെ ആദ്യ സീസണിലെ 4ാമത്തെ എപ്പിസോഡാണ്. ഇതിനു മുന്നേ ഉള്ള എപ്പിസോഡുകൾ കണ്ടിട്ടില്ലാത്തവരാണ് നിങ്ങളെങ്കിൽ ദയവ് ചെയ്ത് ആ വീഡിയോസ് കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുവാൻ ശ്രമിക്കുക. ലിങ്ക് ഐ ബട്ടണിലും താഴെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ എപ്പിസോഡിന്റെ അവസാനം ഡെൻവർ മോണിക്കയെ ഷൂട്ട് ചെയ്യുന്നു. ഗൺ സൗണ്ട് കേട്ട് മറ്റ് ഹോസ്റ്റേജസ് വല്ലാതെ ഭയക്കുന്നു. ഡെൻവറിന് മോണിക്കയോട് അതിനോടകം തന്നെ പ്രണയം തോന്നിയിരുന്നു. അതിനാൽ ഡെൻവർ മോണിക്കയെ ഷൂട്ട് ചെയ്യാതെ പകരം സൈഡിലേക്ക് മാറ്റി ഷൂട്ട് ചെയ്യുന്നു. ഈ വിഷയം ബെർലിൻ അറിഞ്ഞാൽ അവൻ ഇവരെ രണ്ടുപേരെയും കൊല്ലും. അതുകൊണ്ട് മോണിക്ക താഴെ ഒരു സീക്രട്ട് റൂം ഉണ്ടെന്നും അതിന്റെ പാസ്വേഡ് തനിക്ക് മാത്രമേ അറിയുള്ളൂ എന്നും ഡെൻവറിനോട് പറയുന്നു. അവളെ അവിടെ കൊണ്ടുപോയി രഹസ്യമായി നിർത്തുവാൻ അവനോട് പറയുന്നു. എന്നാൽ അതത്ര എളുപ്പമായിരുന്നില്ല. കാരണം മോണിക്ക മരിച്ചുവെന്ന് ഉറപ്പാക്കുവാൻ ബെർലിൻ അവിടേക്ക് വന്ന് നോക്കും. മോണിക്കയുടെ ബോഡി ഇല്ലെങ്കിൽ പോലും ബ്ലഡെങ്കിലും കാണാതെ അവൾ മരിച്ചുവെന്ന് അവൻ വിശ്വസിക്കില്ല. അതിനായി മോണിക്ക ഒരു ഐഡിയ പറയുന്നു. അവൾ ഡെൻവറിനോട് തന്റെ തുടയിലേക്ക് വെടിവെക്കുവാൻ ആവശ്യപ്പെടുന്നു. ശേഷം താൻ മരിച്ചതുപോലെ അഭിനയിക്കാമെന്ന് അവൾ പറയുന്നു. മറ്റു വഴികളില്ലാത്തതിനാൽ ഡെൻവർ മോണിക്കയുടെ കാലിലേക്ക് വെടിവെക്കുന്നു. രണ്ടാമത്തെ ബുള്ളറ്റ് സൗണ്ട് കേട്ടതും ബെർലിൻ ഉള്ളിലേക്ക് പോയി നോക്കുന്നു. അവിടെ മോണിക്ക രക്തത്തിൽ കുളിച്ചു കിടക്കുന്നത് ബെർലിൻ കാണുന്നു. ബെർലിൻ ഡെൻവറിനോട് മോണിക്കയുടെ ബോഡി താഴേക്ക് കൊണ്ടുപോകുവാനും അവിടം വൃത്തിയാക്കുവാനും ആവശ്യപ്പെടുന്നു. ശേഷം ബെർലിൻ അവിടെ നിന്നും പോകുന്നു. ഈ സമയം പോലീസ് ടെന്റ് കാണിക്കുന്നു. റക്കേൽ പ്രൊഫസറിന് കോൾ ചെയ്യുന്നു. തങ്ങൾ തന്ന 1 മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു. എപ്പോഴാണ് സറണ്ടർ ആകാൻ പോകുന്നതെന്ന് ചോദിക്കുന്നു. തനിക്ക് സറണ്ടർ ആകാൻ പ്ലാൻ ഇല്ലെന്ന് അയാൾ പറയുന്നു. 67 ഹോസ്റ്റേജസ് റോയൽ മിന്റിനൊപ്പം പൊട്ടിത്തെറിക്കുന്നതായി നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. പ്രൊഫസർ അവരെ ഭീഷണിപ്പെടുത്തുന്നു. തനിക്കൊരു വലിയ ട്രക്കും കൂടാതെ ഗവൺമെന്റ് ചില മാസങ്ങൾക്ക് മുൻപേ പിടിച്ചെടുത്ത മലേക്ക എന്ന കപ്പലും വേണമെന്ന് അയാൾ ആവശ്യപ്പെടുന്നു. തങ്ങൾക്ക് രക്ഷപ്പെടാൻ വേണ്ട എല്ലാ സൗകര്യങ്ങളും പോലീസ് ചെയ്തു കൊടുക്കണമെന്ന് പ്രൊഫസർ പറയുന്നു. ഈ സമയം പ്രൊഫസറിന്റെ മൊബൈലിലേക്ക് റക്കേലിന്റെ അമ്മ കോൾ ചെയ്യുന്നു. അതേസമയം ടെന്റിൽ പിയാട്രോ റക്കേലിനോട് അവരുടെ ഡിമാൻഡ്സ് അംഗീകരിക്കുവാൻ പറയുന്നു. അവർക്ക് കൊടുക്കുന്ന ട്രക്കിൽ തങ്ങളുടെ ട്രെയിൻഡ് സോൾജിയേഴ്സിനെ വെച്ച് ഒരു ട്രാപ്പ് സെറ്റ് ചെയ്യാമെന്ന് അയാൾ പറയുന്നു. റക്കേൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അവർ പുറത്തേക്ക് വരില്ല എന്ന് പറയുന്നു. അവർ റോയൽ മിന്റിലേക്ക് വന്നത് പണം കൊള്ളയടിക്കുവാൻ വേണ്ടി ആയിരുന്നില്ല. കാരണം പണം കൊള്ളയടിക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യമെങ്കിൽ എടുത്ത പണം അവർ പുറത്ത് ഉപേക്ഷിക്കേണ്ട കാര്യമുണ്ടായിരുന്നില്ല. കൂടാതെ അവർ പോലീസ് വരുന്നത് വരെ വെയിറ്റ് ചെയ്യുമായിരുന്നില്ല. ഇത് കേട്ട് കൺഫ്യൂസ് ആകുന്ന പിയാട്രോ അപ്പോൾ അവരുടെ പ്ലാൻ എന്താണെന്ന് ചോദിക്കുന്നു. റോബറി ഗ്യാങ് റോയൽ മിന്റിലേക്ക് എത്തിയത് തങ്ങൾക്ക് ആവശ്യമായ പണം പ്രിന്റ് ചെയ്തെടുക്കുവാനാണെന്ന് റക്കേൽ പറയുന്നു. റോബറി ടീമിന്റെ പ്ലാൻ ഇപ്പോഴാണ് പോലീസിന് മനസ്സിലായി തുടങ്ങുന്നത്. റക്കേലിന്റെ അമ്മ പ്രൊഫസറിനെ എന്തിനാണ് കോൾ ചെയ്തത് തുടങ്ങിയ ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഈ എപ്പിസോഡിൽ നമ്മൾ കാണാൻ പോകുന്നത്. വെൽക്കം ടു മൈ ചാനൽ മല്ലു എക്സ്പ്ലനേഷൻ 2.0. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുക. റക്കേലിന്റെ മകളെ തന്റെ മുൻ ഭർത്താവ് റക്കേലിന്റെ വീട്ടിലേക്ക് എത്തി കൂട്ടിക്കൊണ്ടുപോയിരിക്കുന്നു. എന്നാൽ റക്കേൽ മകളെ അയാൾക്കൊപ്പം വിടുവാൻ പാടില്ല എന്ന് അമ്മയോട് പറഞ്ഞിരുന്നു. അമ്മ അവരുടെ അസുഖത്തിനാൽ അത് മറന്നു പോയിരിക്കുന്നു. ശേഷം അത് ഓർത്തെടുത്തതും റക്കേലിനെ അറിയിക്കുവാൻ അവർ അവളുടെ നമ്പറിലേക്ക് കോൾ ചെയ്യുന്നു. എന്നാൽ അവളുടെ നമ്പറിലേക്ക് കോൾ കണക്ട് ആകുന്നില്ല. അതുകൊണ്ട് അവൾ അവസാനം അമ്മയെ വിളിച്ച നമ്പറിലേക്ക് അവർ വിളിക്കുന്നു. അത് പ്രൊഫസറിന്റെ നമ്പർ ആയിരുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ ഫോൺ സ്വിച്ച് ഓഫ് ആയ സമയം കോഫി ഷോപ്പിൽ വെച്ച് അവൾ പ്രൊഫസറിന്റെ നമ്പറിൽ നിന്നായിരുന്നു അമ്മയെ വിളിച്ചത്. റക്കേലിന്റെ അമ്മ തനിക്ക് അത്യാവശ്യമായി റക്കേലിനോട് സംസാരിക്കണമെന്ന് പ്രൊഫസറിനോട് പറയുന്നു. ഇതൊരു അവസരമായി കണ്ട പ്രൊഫസർ റക്കേലിന് ഫോൺ കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പോലീസ് ടെന്റിലേക്ക് പോകുന്നു. പോലീസ് പ്രൊഫസറിനെ ആദ്യം ഉള്ളിലേക്ക് വിടുവാൻ തയ്യാറാകുന്നില്ല. എന്നാൽ പ്രൊഫസർ പലതും പറഞ്ഞ് ഉള്ളിലേക്ക് കടക്കുന്നു. ശേഷം ഉള്ളിലെത്തി റക്കേലിന് ഫോൺ കൊടുക്കുന്നു. റക്കേൽ അമ്മ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് ടെൻഷനായി തന്റെ കാർ എടുത്ത് അവിടെ നിന്നും പോകുന്നു. ഈ സമയം പ്രൊഫസർ ടെന്റിനുള്ളിൽ പോലീസിന്റെ പ്ലാനുകളെയും അവരുടെ തന്ത്രങ്ങളെയും പറ്റി മനസ്സിലാക്കുന്നു. ശേഷം അവിടെ നിന്നും പോകുന്നു. ഈ സമയം ഡെൻവർ മോണിക്കയെ താഴെയുള്ള ലോക്കർ റൂമിലേക്ക് എത്തിക്കുന്നു. ഡെൻവർ ഷൂട്ട് ചെയ്ത ബുള്ളറ്റ് ഇപ്പോഴും മോണിക്കയുടെ കാലിൽ തന്നെ ഉണ്ട്. അത് പുറത്തേക്കെടുക്കണമെന്ന് അവൻ അവളോട് പറയുന്നു. എന്നാൽ അവൾ അതിന് തയ്യാറാകുന്നില്ല. എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ച് ഹോസ്പിറ്റലിലെത്തി ബുള്ളറ്റ് ഓപ്പറേറ്റ് ചെയ്തെടുക്കാമെന്ന് മോണിക്ക പറയുന്നു. ഈ സമയം ബെർലിൻ ഹാളിൽ മോണിക്കയുടെ കയ്യിൽ നിന്നും കിട്ടിയ ഫോൺ കാണിച്ചുകൊണ്ട് അത് ആരുടേതാണെന്ന് ചോദിക്കുന്നു. മറുപടി പറഞ്ഞില്ലെങ്കിൽ മോണിക്കയ്ക്ക് കൊടുത്തതുപോലെ നിങ്ങൾക്കും ശിക്ഷ ലഭിക്കുമെന്ന് അയാൾ പറയുന്നു. ഈ സമയം ടോക്കിയോ ബെർലിനോട് മോണിക്കയ്ക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നു. ബെർലിൻ ടീമിലുള്ളവരെ മുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി നടന്നതെല്ലാം പറയുന്നു. ഇതിൽ ടെൻഷനാകുന്ന ടോക്കിയോ നീ മെയിൻ റൂൾ ബ്രേക്ക് ചെയ്തു എന്ന് പറഞ്ഞ് ബെർലിനോട് ദേഷ്യപ്പെടുന്നു. എന്നാൽ ബെർലിൻ ടോക്കിയോയോട് തനിക്ക് റൂൾസിനെ പറ്റി സംസാരിക്കുവാനുള്ള അവകാശമില്ലെന്ന് പറയുന്നു. ടോക്കിയോയും റിയോയും ഓൾറെഡി റൂൾസ് ബ്രേക്ക് ചെയ്തവരാണെന്ന് അവൻ പറയുന്നു.
ഈ സമയം റിയോ നടന്നതെല്ലാം പ്രൊഫസറിനെ അറിയിക്കുവാൻ ശ്രമിക്കുന്നു. എന്നാൽ പ്രൊഫസർ തന്റെ സങ്കേതത്തിൽ ആ സമയം ഉണ്ടായിരുന്നില്ല. ഈ സമയം മോസ്കോ അവിടേക്ക് എത്തുന്നു. അയാൾ ബുള്ളറ്റിന്റെ സൗണ്ടിനെ പറ്റി ചോദിക്കുന്നു. ടോക്കിയോ ബെർലിനാണ് ഓർഡർ ചെയ്തതെന്നും ഡെൻവർ മോണിക്കയെ ഷൂട്ട് ചെയ്തു എന്നും മോസ്കോയോട് പറയുന്നു. ഇത് കേട്ട് ടെൻഷനാവുന്ന മോസ്കോ ഡെൻവറിനെ തേടി വാഷ്റൂമിലേക്ക് പോകുന്നു. ഡെൻവർ ഈ സമയം ബാത്റൂമിൽ തന്റെ ശരീരത്തിലെ രക്തക്കറകൾ കഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. മോസ്കോ ഡെൻവറിനോട് അവൻ മോണിക്കയെ കൊലപ്പെടുത്തിയോ എന്ന് ചോദിക്കുന്നു. ഈ സമയം ബെർലിൻ അവിടേക്ക് എത്തുന്നു. അതിനാൽ ഡെൻവർ മോസ്കോയോട് താൻ മോണിക്കയെ കൊന്നു എന്ന് പറയുന്നു. ഇത് കേൾക്കുന്ന മോസ്കോ തന്റെ മകൻ ഒരു നിറഗർഭിണിയുടെ കൊലയാളിയായി എന്ന വിഷമത്തിൽ നെഞ്ചുവേദനയിൽ താഴേക്ക് വീഴുന്നു. മോസ്കോയെ അവർ മുകളിലെ മുറിയിലേക്ക് കിടത്തുന്നു. ഈ സമയം റഖേൽ തന്റെ വീട്ടിലേക്ക് എത്തുന്നു. എന്നാൽ തന്റെ മുൻ ഭർത്താവ് അതിനോടകം തന്നെ മകളെ വീട്ടിലേക്ക് എത്തിച്ചിരുന്നു. തന്റെ ഹസ്ബൻഡുമായി ചില സംസാരങ്ങൾ നടന്നുവെങ്കിലും ആ പ്രശ്നം അവിടെ അവസാനിക്കുന്നു. ഈ സമയം ഫോണിന്റെ ബെൽ സൗണ്ട് കേട്ട് റഖേൽ മൊബൈൽ എടുക്കുന്നു. അത് പ്രൊഫസർ തനിക്ക് സംസാരിക്കുവാൻ നൽകിയ ഫോണാണെന്ന് മനസ്സിലാകുന്നു. റഖേൽ ടെന്റിൽ നിന്നും ടെൻഷനിൽ നടന്നപ്പോൾ ഫോൺ തിരികെ കൊടുക്കാൻ മറന്നതാണെന്ന് അവൾക്ക് മനസ്സിലാകുന്നു. ഈ സമയം പ്രൊഫസർ ആയിരുന്നു മറ്റൊരു നമ്പറിൽ നിന്നും ആ ഫോണിലേക്ക് വിളിച്ചത്. ഫോൺ തിരികെ കൊടുക്കുവാനായി അവർ മുന്നേ കണ്ട കോഫി ഷോപ്പിലേക്ക് രണ്ടുപേരും എത്തുന്നു. റഖേൽ തന്റെ മോശമായ പെരുമാറ്റത്തിന് സോറി ചോദിക്കുന്നു. ശേഷം അവർ പരിചയപ്പെടുന്നു. ഈ സമയം ക്ഷീണിതനായി മുറിയിൽ കിടക്കുന്ന മോസ്കോ തന്റെ മകൻ ഡെൻവർ മോണിക്കയെ കൊല്ലുന്നതായി സ്വപ്നം കണ്ട് ഞെട്ടി എഴുന്നേൽക്കുന്നു. മോസ്കോ താഴേക്കെത്തി മെയിൻ ഡോർ തുറന്ന് സറണ്ടർ ആകാൻ തീരുമാനിക്കുന്നു. ഡെൻവർ അവിടേക്ക് ഓടിയെത്തി മോസ്കോയെ തടയുന്നു. പുറത്തുനിന്നും നോക്കുന്ന പോലീസ് ടീമിന് എന്താണ് നടക്കുന്നതെന്ന് തിരിച്ചറിയുവാൻ കഴിയുന്നില്ല. അതിനാൽ അവർ ആക്ഷൻ എടുക്കാതെ വെയിറ്റ് ചെയ്യുന്നു. മോസ്കോ തന്നെ പുറത്തേക്ക് വിടുവാൻ ആവശ്യപ്പെടുന്നു. ഒരു ഗർഭിണിയുടെ മരണത്തിന് താൻ കൂട്ടുനിൽക്കില്ല എന്ന് അയാൾ പറയുന്നു. ഈ സമയം ഡെൻവർ താൻ മോണിക്കയെ കൊലപ്പെടുത്തിയിട്ടില്ല എന്ന് മോസ്കോയോട് പറയുന്നു. മോണിക്കയെ ലോക്കർ റൂമിൽ സുരക്ഷിതമായി നിർത്തിയിരിക്കുന്നു എന്ന് അവൻ അയാളോട് പറയുന്നു. ഇത് കേൾക്കുന്ന മോസ്കോ ശാന്തനാകുന്നു. ഈ സമയം കോഫി ഷോപ്പിൽ വെച്ച് സംസാരിക്കുന്ന പ്രൊഫസറിനെയും റഖേലിനെയും കാണിക്കുന്നു. സംസാരത്തിൽ നിന്നും റഖേലിന് പ്രൊഫസറിന്റെ ക്യാരക്ടർ ഇഷ്ടമാകുന്നു. കൂടുതൽ സംസാരത്തിൽ റഖേൽ തന്റെ പേഴ്സണൽ ലൈഫിനെ പറ്റി സംസാരിച്ചു തുടങ്ങുന്നു. തന്റെ മുൻ ഭർത്താവ് തന്നെ ടോർച്ചർ ചെയ്തതിനെ പറ്റി പറയുന്നു. സർ റഖേലിനെ സമാധാനിപ്പിക്കുന്നു. ശേഷം അവളെ സന്തോഷിപ്പിക്കുവാനായി പലതും പറഞ്ഞു ചിരിപ്പിക്കുന്നു. റഖേൽ തന്നെ സമാധാനിപ്പിച്ചതിന് പ്രൊഫസറിനോട് നന്ദി പറയുന്നു. ഈ സമയം ഏഞ്ചൽ അവിടേക്ക് വരുന്നു. റോയൽ മിന്റിന്റെ മെയിൻ ഗേറ്റ് തുറന്ന വിഷയത്തെ പറ്റി പറയുന്നു. ഇത് കേൾക്കുന്ന പ്രൊഫസർ കൺഫ്യൂസ്ഡ് ആകുന്നു. ഈ സമയം റോയൽ മിന്റിൽ മോസ്കോയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ വന്നതിനാൽ ശുദ്ധവായു ശ്വസിപ്പിക്കുവാനായി ചില ബന്ദികളെ കൂട്ടി അവർ ടെറസിലേക്ക് പോകുന്നു. അവരുടെ കൂടെ ഹോസ്റ്റേജസ് ഉണ്ടെന്ന് മനസ്സിലാക്കിയ പോലീസിന് അവരെ ഒന്നും ചെയ്യുവാൻ കഴിയുന്നില്ല. പ്രൊഫസർ ബെർലിനെ വിളിച്ച് അവിടെ എന്താണ് നടക്കുന്നതെന്ന് ചോദിക്കുന്നു. ബെർലിൻ തന്റെ സമ്മതമില്ലാതെയാണ് ഇതൊക്കെ നടക്കുന്നതെന്ന് പറയുന്നു. ബെർലിനെ അവർ ഗൺ പോയിന്റിൽ ഇരുത്തിയിരിക്കുകയാണെന്ന് വ്യക്തമാകുന്നു. ഈ സമയം ടെറസിൽ മോസ്കോ വിഷമത്തിൽ സംസാരിച്ചു തുടങ്ങുന്നു. ഏത് സാഹചര്യത്തിലാണെങ്കിലും നീ മോണിക്കയെ ഷൂട്ട് ചെയ്യുവാൻ പാടില്ലായിരുന്നു എന്ന് ഡെൻവറിനോട് പറയുന്നു. ഇത് കേൾക്കുന്ന അട്ടൂറ മോണിക്ക മരണപ്പെട്ടു എന്ന് തെറ്റിദ്ധരിക്കുന്നു. ടെൻഷനിൽ തന്റെ കൈവശമുള്ള ഫേക്ക് ഗൺ എടുത്ത് അട്ടൂറ അവർക്ക് നേരെ നീട്ടുന്നു. ഈ സമയം ഡെൻവർ എല്ലാവരോടും മുട്ടുകുത്തിയിരിക്കുവാൻ പറയുന്നു. കാരണം അവർക്ക് ചുറ്റും പോലീസ് ഉള്ളതിനാൽ ഇതിൽ റോബറി ഗ്യാങ് ഏതാണെന്നും ഹോസ്റ്റേജസ് ഏതാണെന്നും പോലീസിന് തിരിച്ചറിയുവാൻ കഴിയില്ല. അട്ടൂറ ഒഴികെ ബാക്കി എല്ലാവരും മുട്ടുകുത്തുന്നു. അട്ടൂറ തന്റെ കയ്യിലുള്ള ഫേക്ക് ഗൺ അവർക്ക് നേരെ ചൂണ്ടി നിൽക്കുന്നു. ഈ സമയം ടെന്റിൽ പോലീസ് ഓഫീസേഴ്സ് അട്ടൂറ ക്രിമിനൽ ആണെന്ന് തെറ്റിദ്ധരിച്ച് ഷൂട്ട് ചെയ്യുവാൻ തയ്യാറെടുക്കുന്നു. റഖേൽ അവർക്ക് ഷൂട്ട് ചെയ്യുവാൻ പെർമിഷൻ കൊടുക്കുന്നു. പോലീസ് അട്ടൂറയെ ഷൂട്ട് ചെയ്യുന്നു. താഴേക്ക് വീണ അട്ടൂറയുടെ മാസ്ക് അവർ ഊരി മാറ്റുന്നു. രക്ഷിക്കേണ്ട ഹോസ്റ്റേജസിനെ പോലീസ് തന്നെ വെടിവെച്ചിരിക്കുന്നു. ഇത്തരത്തിൽ തെറ്റായ ഒരു തീരുമാനമെടുത്ത റഖേലിന് ഇനി എന്ത് സംഭവിക്കും? താഴേക്ക് വീണ അട്ടൂറയ്ക്ക് എന്ത് സംഭവിക്കുന്നു? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അടുത്ത എപ്പിസോഡിൽ അറിയാം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ.